ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രഭാതം നിനയ്ക്ക് നേരുന്നു. ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും സന്തോഷവും നന്മകളും ആഗ്രഹിക്കുന്നെങ്കിലും ജീവിതത്തിലേക്ക് ഒരുപിടി സഹനങ്ങളൊക്കെ കടന്നു വരാം. പ്രത്യേകിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ മറ്റു പലരും ചിലപ്പോൾ നമുക്ക് എതിരായി തീർന്നു എന്നൊക്കെ ഇരിക്കാം. അതാണ് ഈശോ എപ്പോഴും അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമെന്നും ഒരു കുടുംബത്തിലുള്ളവർ തന്നെ നമുക്കൊക്കെ എതിരായിട്ട് തീരുമെന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിലേക്ക് പല പ്രതിസന്ധികളും സഹനങ്ങളൊക്കെ കടന്നു വരാമെന്ന് ഈശോ സൂചിപ്പിച്ചു വയ്ക്കുകയാണ്. എന്നാൽ ഈ സഹനങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ് നമ്മളിലൂടെ നടക്കുന്നതെന്ന് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21 അധ്യായം 13 വാക്യം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പീഡനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം അല്ലെങ്കിൽ ഉറച്ചു നിൽപ്പ്, പീഡനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുത, പീഡനങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഉറപ്പ് അല്ലെങ്കിൽ ഉറച്ചുള്ള നിൽപ്പ്, ഈശോ പറയുകയാണ് അത് സാക്ഷ്യം നൽകാനുള്ള അവസരമാണ്. നിങ്ങൾ സാക്ഷ്യമായി തീരുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിൻ്റെ ജീവിതത്തിലുള്ള സഹനങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളുടെയും ഒറ്റപ്പെടലുകളുടെ ഒക്കെ നടുവിൽ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളൊരു ചങ്കൂറ്റത്തോടു കൂടി നിൽക്കുവാനായിട്ട്, സന്തോഷത്തോടു കൂടി നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കണം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിനക്കെപ്പോഴും സാക്ഷ്യം നൽകുവാനും, പ്രത്യേകിച്ച് ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗപീഠകളൊക്കെ ഉണ്ടാകുമ്പോൾ നിനക്ക് സാക്ഷ്യം നൽകാനുള്ള ഒരു വിളിയാണെന്നുള്ളൊരു ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് അങ്ങ് ഉത്തരം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന